ക്ലാസ് കേൾക്കാനായിട്ട് വളരെ സന്തോഷത്തോടെ ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ. അപ്പൊ നമുക്കിന്നിവിടെ മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ ശ്രീനാരായണ മംഗളം എന്ന കവിതയാണ് നമുക്കിന്ന് പരിശോധിക്കേണ്ടത്. അപ്പോൾ ആ കവിതയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപേ മൂലൂരിനെ നമുക്ക് നന്നായി ഒന്ന് മനസ്സിലാക്കണം. ഒരുപാട് ഉള്ള സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യണം. എവിടം വരെ എത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും കഴിവിന്റെ പരമാവധി ഞാൻ നോക്കാം. നമുക്ക് ആദ്യമേ ഈ കവിത രചിച്ച കവിതയുടെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം. ശ്രീനാരായണ മംഗളം രചിച്ച മൂലൂർ എസ് പത്മനാഭ പണിക്കരെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടണമല്ലോ. തിരുവല്ല താലൂക്കിൽ, തിരുവല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത ജില്ലയാണ്, പത്തനംതിട്ട ജില്ലയാണ്. ഇടനാട് എന്ന സ്ഥലത്ത് മൂലൂർ ശങ്കരൻ വൈദ്യന്റെ ഏക പുത്രനായിട്ടാണ് നമ്മുടെ പത്മനാഭൻ ജനിക്കുന്നത്. അച്ഛന്റെ പേര് ശങ്കരൻ വൈദ്യൻ, മൂലൂർ ശങ്കരൻ വൈദ്യൻ. ഈ ഇടനാട് എന്ന സ്ഥലം പമ്പാ നദിയുടെ ഒരു വരദാനം കൂടിയാണ്. 1044 ഒരു കുംഭമാസം. ക്ലിയർ ആയില്ല, ആദ്യം തൊട്ടൊന്നും കൂടി പറയാമോ? തീർച്ചയായിട്ടും പറയാം. നമ്മൾ ഇന്നിവിടെ കേൾക്കാമോ? നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാമോ? ഓക്കെ. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന കവിത എന്ന് പറയുന്നത് മൂലൂരിന്റെ ശ്രീനാരായണ മംഗളം എന്ന കവിതയാണ്. അപ്പൊ ഈ കവിതയിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ മൂലൂരിനെ അറിയണം, വേണ്ടേ? മൂലൂർ ആരെന്ന് നമുക്ക് ഒരു നല്ല ധാരണ വേണം. കാരണം നമ്മുടെ സമുദായത്തിൽ എങ്ങനെയുള്ള ഒരാളായിരുന്നു മൂലൂർ, അല്ലെങ്കിൽ സമുദായത്തിന് എന്ത് സംഭാവനയാണ് മൂലൂർ നൽകിയത് എന്നൊക്കെ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് മൂലൂരിനെ കുറിച്ച് തന്നെ ആദ്യമേ അല്പം ഒന്ന് മനസ്സിലാക്കാം. തിരുവല്ല, പത്തനംതിട്ട താലൂക്കിലുള്ള ഒരു സ്ഥലമാണ് തിരുവല്ല. ആ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ ഇടനാട് എന്ന സ്ഥലത്ത് മൂലൂർ ശങ്കരൻ വൈദ്യന്റെ പുത്രനായാണ് നമ്മുടെ സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ ജനിക്കുന്നത്. 1044 കുംഭമാസം 27-ാം തീയതി, അന്ന് ഒരു മഹാശിവരാത്രി ദിവസമായിരുന്നു, തിരുവോണം നക്ഷത്രം. ഇത് രണ്ടും ഒന്നു ചേർന്ന ദിവസമാണ് പത്മനാഭൻ ജനിച്ചത്. അമ്മയുടെ പേര് വെളുത്ത കുഞ്ഞമ്മ, അതായിരുന്നു അമ്മ. ഈ കുട്ടിക്ക് 5 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. 2 സഹോദരിമാരാണ് മൂലൂരിനുണ്ടായിരുന്നത്. പിന്നെ മൂത്ത സഹോദരി നങ്ങേലിയാണ് അമ്മയുടെ മരണശേഷം ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നടത്തിപ്പോന്നത്. എന്നെ വളർത്തിയത് മൂത്ത സഹോദരിയാണ്. കുട്ടിക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ വളരെ ആവേശമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു. അന്ന് ഈഴവർ, കമ്മാളർ, കണിയാന്മാർ തുടങ്ങിയ സമുദായക്കാർക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. തിരുവിതാംകൂറിൽ അന്ന് പ്രവൃത്തി പള്ളിക്കൂടങ്ങൾ എന്ന പേരിൽ, അതായത് നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അവർണർക്ക് ക്ലാസ്സിൽ കയറിയിരുന്ന് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതിനെന്ത് ചെയ്തെന്നറിയാമോ? പ്രത്യേകം അയിത്തപ്പുരകൾ കെട്ടിയിരുന്നു. സ്കൂളിലെ അധ്യാപകർ പത്മനാഭനെ സ്കൂളിൽ അയക്കണമെന്നൊക്കെ അച്ഛനോട് പറയുമായിരുന്നു. പക്ഷെ കുട്ടിക്ക് ഈ അയിത്തപ്പുര കണ്ട് കുട്ടി ഭയങ്കര സങ്കടമായി. അയിത്തപ്പുരയിലിരുന്ന് പഠിക്കുന്നതിന് ഈ കുട്ടി വിമുഖത കാണിച്ചു എന്ന് മാത്രമല്ല, അതൊരു നിർബന്ധം പിടിച്ച് തന്നെ അച്ഛനോട് പറഞ്ഞു, അവിടെ പോയി പഠിക്കാൻ വിഷമമാണ്, അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല. ബാലൻ ചെറിയ കുട്ടിയായിരുന്നെങ്കിലും ഭയങ്കര അഭിമാനിയായിരുന്നു. അങ്ങനെ ആ ഉറച്ച തീരുമാനം അച്ഛനെ അറിയിച്ചു. അച്ഛനും എതിര് നിന്നില്ല.
അച്ഛനും പണ്ഡിതനായിരുന്നു. അങ്ങനെ പത്മനാഭന് സ്വന്തം ഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന അവസരം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. മലയാള ഭാഷ പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. അങ്ങനെ പിന്നീട് എന്താണ് ചെയ്തതെന്നറിയോ? അച്ഛൻ തന്നെ ഗുരുവായി, അച്ഛന്റെ ശിഷ്യത്വം ഒക്കെ സ്വീകരിച്ച് നൈഷധവും അഷ്ടാംഗ ഹൃദയവും അമരകോശവും തുടങ്ങി സംസ്കൃതത്തിലെ പ്രധാന കൃതികളൊക്കെ ആദ്യകാലത്ത് അച്ഛൻ തന്നെ പഠിപ്പിച്ചു. നമ്മുടെ ഗുരുവിനെ, അതായത് നമ്മുടെ സ്വാമിയെ, ശ്രീനാരായണ ഗുരുസ്വാമിയെ ഗുരുദേവന് കാണുന്നത് ആദ്യമായിട്ട് ഈ കുട്ടി കാണുന്ന 13-ാമത്തെ വയസ്സിലാണ്. സ്വാമികൾ 2-3 സുഹൃത്തുക്കളുമൊത്ത് ഇദ്ദേഹത്തിന്റെ ഭവനം സന്ദർശിച്ച അവസരത്തിലാണ് ആദ്യമായിട്ട് മൂലൂരിനെ, ഈ പത്മനാഭനെ സ്വാമി കാണുന്നത്. ആ സമയത്ത് കുട്ടി നൈഷധം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാമി ഇതെല്ലാം കേട്ടിട്ട് കുട്ടിയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കുട്ടി അതിന് മറുപടി പറഞ്ഞു. സ്വാമിക്ക് വളരെ സംതൃപ്തമായി, അല്ലെങ്കിൽ ആ മറുപടിയിൽ സ്വാമി തൃപ്തനായിരുന്നു. സ്വാമി ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ സ്വാമി ഉണ്ടായിരുന്നാലും ചോദിക്കും. ഒരു ഗുരുവിന്റെ അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ ചില ശീലങ്ങളൊക്കെ സ്വാമിക്കും ഉണ്ടായിരുന്നു. വളരെ മിതഭാഷയായിരുന്നല്ലോ സ്വാമി. ആ സമയം ഈ കുട്ടി നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ആ കാലത്ത് അന്ന് അവിടെ സ്വാമിയെ കാണുമ്പോൾ സ്വാമിക്ക് മുൻ കുടുമ ധാരാളം ഉണ്ടായിരുന്നു. കുടുമ എല്ലാവർക്കും അറിയാലോ, ഇങ്ങനെ കെട്ടിവെച്ചിരുന്നു മുൻ കുടുമ. അത് മൂലൂർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് പല അവസരങ്ങളിലും ഗുരുവിനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും കാണുന്നത് SNDPയുടെ 2ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് കൊല്ലത്ത് വെച്ചാണ് കാണുന്നത്. അപ്പോൾ സ്വാമിയെ കണ്ടുടനെ മൂലൂർ നമസ്കരിച്ചു, സാഷ്ടാംഗം വീണു. സ്വാമിക്ക് ആദ്യം പിടികിട്ടിയില്ല ഈ കുട്ടി ആരാണെന്ന്. അടുത്തു നിന്നവർ പറഞ്ഞു ഇന്ന ആളിന്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ സ്വാമി ചോദിച്ചു, നമ്മെ അറിയുമോ? മൂലൂർ മറുപടി പറഞ്ഞു, തൃപ്പാദങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് വളരെ ഭക്തിയോടെ ഒരു മറുപടി പറഞ്ഞു. അതൊന്നും മറന്നില്ല അല്ലേ എന്നാണ് സ്വാമി തിരിച്ചു പറഞ്ഞത്. പിന്നെ സ്വാമി ചെയ്തത്, അന്ന് വീട്ടിൽ ചെന്നപ്പോൾ എന്തെല്ലാം അടയാളങ്ങൾ കണ്ടു, വടക്കത് തെക്കത് ഇതെല്ലാം, അവിടെ എന്തെല്ലാം സംഭവങ്ങൾ സ്വാമി കണ്ടു, അതെല്ലാം സ്വാമി ഈ കുട്ടിയോട് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം ചോദിച്ചു, പാമ്പിനെ കുറവൻ കളിപ്പിച്ച കാര്യം ഓർമ്മയുണ്ടോ പത്മനാഭന് എന്ന് ചോദിച്ചു. പാമ്പിനെ കുറവൻ കളിപ്പിച്ച കാര്യം. അപ്പൊ അവിടെ ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം. ഒരു കാക്കാല എന്ന് വിളിക്കുന്ന ഒരു കുറവൻ ഉണ്ടായിരുന്നു. ഈ സ്വാമി അവിടെ നിന്ന് തിരിച്ചു പോകാൻ ഇറങ്ങുന്ന അവസരത്തിലാണ് ഈ കുറവൻ ഒരു കുടവുമായി അവിടെ എത്തുകയാണ്. ആ കുടത്തിൽ 4-5 ദിവസമേ അപ്പോൾ പിടിച്ചിട്ട് 4-5 ദിവസമേ ആയിട്ടുള്ളൂ. ഒരു വലിയ ഒരു മൂർഖൻ പാമ്പാണ് ആ കുടത്തിലുള്ളത്. കാക്കാലൻ ഈ പാമ്പിനെ കുടം തുറക്കാൻ തുടങ്ങിയപ്പോഴേക്കും പത്മനാഭന്റെ അച്ഛൻ പറഞ്ഞു, വേണ്ട, ഇത് തുറക്കണ്ട, അടച്ചു തന്നെ വെച്ചിരുന്നാൽ മതിയെന്ന്. അങ്ങനെ കുടം ഒരിടത്ത് അടച്ചു വെച്ചു. എന്നിട്ട് ഒരു ദണ്ട് കയ്യിലുണ്ടായിരുന്നു. അത് മൂക്കിന്റെ അറ്റത്ത് ഈ കാക്കാലൻ വെച്ചിട്ട് കുറെ അഭ്യാസങ്ങൾ നടത്തി, കറക്കുകയും തിരിക്കുകയൊക്കെ ചെയ്തു മൂക്ക് വെച്ചിട്ട്. അതിന്റെ ഇടയ്ക്ക് ഈ ദണ്ട്, ഈ വടിയുണ്ടല്ലോ, തെറിച്ചു വന്നില്ല, കുടത്തിൽ തന്നെ കൃത്യമായിട്ട് വീണു. കുടത്തിന്റെ അടപ്പ് തുറന്ന് ഭയങ്കര ചീറ്റലോടെ ഈ മൂർഖൻ പുറത്തേക്ക് എടുത്ത് ചാടി ചെന്ന് വീഴുന്നത് ആ തിണ്ണയിലാണ്. ആളുകളെല്ലാം പേടിച്ച് ഓടി. അതിന് പെട്ടെന്ന് തന്നെ ഈ കാക്കാലൻ അതിനെ തിരിച്ചു കുടത്തിലാക്കി. പക്ഷേ കാക്കാലന് പാമ്പിന്റെ കടി കൊണ്ടു. ഇത്രയും ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പത്മനാഭൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. അത് നടന്ന സംഭവമായതുകൊണ്ടാണ് ഗുരുദേവൻ ചോദിച്ചത്, കുറവന്റെ പാമ്പുകളി ഓർമ്മയുണ്ടോ എന്ന്. 1905 തന്നെ കൊല്ലത്ത് വെച്ച് ഈ SNDP സമ്മേളനത്തിൽ തന്നെ ഒരു സാഹിത്യ പരീക്ഷ, മത്സര പരീക്ഷ നടത്തിയിരുന്നു. ഈശ്വര ഭക്തി എന്ന വിഷയത്തിൽ ഒരു സാഹിത്യ മത്സര പരീക്ഷ നടത്തി. അതിൽ 1ാം സ്ഥാനം ലഭിച്ചത് പത്മനാഭനായിരുന്നു. സമ്മാനദാനം നിർവഹിച്ചത് ഗുരുവും.
എന്നിട്ട് ഗുരു പറഞ്ഞു, സമ്മാനം കൊടുത്തിട്ട് പറഞ്ഞു, മൂലൂർ ഈ രംഗത്ത് നന്നായി ശോഭിക്കും. അല്ലെങ്കിൽ കൈവച്ചങ്ങ് അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം കിട്ടിയത് മൂലൂരിന് വളരെ വലുതായ ആത്മവിശ്വാസം വളരാൻ സഹായിച്ചു. അങ്ങനെ ശേഷം സ്വാമിയുടെ ഗൃഹസ്ഥ ശിഷ്യരിൽ നമ്മുടെ പത്മനാഭൻ പ്രമുഖനായി മാറുകയുണ്ടായി. പിന്നെ ഗുരുവിന്റെ മഹനീയമായ ആദർശങ്ങളുടെ വക്താവായി മൂലൂർ മാറി. ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു മൂലൂർ. വളരെ സാമൂഹ്യ പ്രതിബദ്ധതയും വളരെ കാര്യക്ഷമമായ ജീവിത ദർശനവും ഒക്കെ മൂലൂർ വച്ചു പുലർത്തിയിരുന്നു. ആദ്യകാലത്ത് വെൺമണി പ്രസ്ഥാനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് സാഹിത്യ രചനയിലേക്ക് മൂലൂർ കടന്നത്. എങ്കിലും ഈ വെൺമണി അച്ഛൻ നമ്പൂതിരിയും മഹൻ നമ്പൂതിരിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ ആശയങ്ങളെയോ രീതികളെയോ ഒന്നും തന്നെ ഇദ്ദേഹം കാര്യമായി സ്വീകരിച്ചു കണ്ടിട്ടില്ല. വളരെ ലളിതമായ മനോഹരമായ പദാവലികൾ കൊണ്ട് വളരെ സുന്ദരമായി ഈ പദാവലികൾ ഇങ്ങനെ അനുസ്യൂതം കോർത്ത് കാവ്യരചന നടത്തി. അതും തനത് ശൈലിയിൽ, ആരിൽ നിന്നും ഒന്നും കടം കൊണ്ടിട്ടല്ല. ആ തനത് ശൈലിയിലായിരുന്നു മൂലൂരിന് താല്പര്യം. ഈ ശൈലിയിൽ ഉള്ള ഈ താല്പര്യം കൊണ്ട് തന്നെയാണ് കവി ശ്രേഷ്ഠന്മാരുടെ നിരയിൽ മൂലൂരിനെ കൊണ്ട് എത്തിച്ചത്. മൂലൂര് 12ാം വയസ്സിലാണ് കാവ്യസപര്യം ആരംഭിക്കുന്നത്. അത് ഒടുക്കം വരെ എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ അതിനൊരു കോട്ടവും തട്ടാതെ അവിടെ എത്തുകയും ചെയ്തു. മൂലൂരിന്റെ എഴുത്തിനൊക്കെ ഒരു മൗലിക സ്വഭാവവും ഉണ്ടായിരുന്നു. മൂലൂര് നേരത്തെ ഞാൻ പറഞ്ഞു, ബഹുമുഖ പ്രതിഭയായിരുന്നു. അത് സമുന്നതനായ കവിയായിരുന്നു, സമുദായ പരിഷ്കർത്താവായിരുന്നു, നാടിന്റെ ഉദ്ധാരകനായിരുന്നു, ഹരിജനോദ്ധാരകനായിരുന്നു, കർഷക ബന്ധുവായിരുന്നു. അങ്ങനെ വിവിധ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു പത്മനാഭൻ. കിരാതം അമ്മാനപ്പാട്ട് അദ്ദേഹം 20ാമത്തെ വയസ്സിലാണ് രചിച്ചത്. അദ്ദേഹത്തിനെ പ്രസിദ്ധനാക്കിയ രചനയാണ് കിരാതം അമ്മാനപ്പാട്ട്. കൂടാതെ ഭക്തിഗാനങ്ങൾ, കീർത്തനങ്ങൾ. കീർത്തനം എന്ന് പറഞ്ഞാൽ അറിയാലോ, കീർത്തനം എന്ന് പറഞ്ഞാല് ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുന്ന സാഹിത്യമാണ് കീർത്തനം. അത് കർണാടക സംഗീതത്തിലെ ഒരു ഗാനരീതിയാണ്. നമ്മളെല്ലാം ഇന്ന് കേൾക്കുന്നതാണ്. ഇതിൽ പല്ലവി, അനുപല്ലവി, ചരണം എന്നിങ്ങനെ 3 ഭാഗങ്ങൾ ഈ കീർത്തനത്തിൽ ഉണ്ടാവും. ഈ കീർത്തനങ്ങൾ കൂടാതെ പ്രചരണ ഗാനങ്ങൾ, പുലവൃത്ത ഗാനങ്ങൾ തുടങ്ങി 40ഓളം രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ പലതും അപ്രകാശിതങ്ങളാണ്, പലതും വെളിച്ചം കണ്ടിട്ടുമില്ല. അപ്പം അദ്ദേഹം സമൂഹത്തിൽ ജീവിച്ചു വന്ന കാലഘട്ടത്തിൽ നേരിട്ട് കണ്ട ജാതി വൈകൃതങ്ങളുടെ ഒരു മുഴുനീളൻ ചിത്രം അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ, സ്വതസിദ്ധമായ ശൈലിയിൽ, സ്വന്തം ശൈലിയിൽ പുലവൃത്ത ഗാനങ്ങളിലൂടെ ഈ മൂലൂർ പകർത്തിവെച്ചു. ഈ പുലവൃത്ത ഗാനം എന്ന് പറയുമ്പോൾ ഇതൊരു നാടോടി കലാരൂപമാണ്. കൊയ്ത്തിന് ശേഷം കർഷകരായ പുലയ സമുദായക്കാർ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപം. എന്റെ മറ്റൊരു വശം പറഞ്ഞാൽ ജാതീയമായ അടിച്ചമർത്തലുകൾക്കെതിരായി ഉള്ള ഒരു പ്രതിരോധം കൂടിയായിരുന്നു ഈ പുലവൃത്ത ഗാനങ്ങൾ. നമുക്ക് ഇലവന്തിട്ടയിലേക്ക് വരാം. നിങ്ങൾക്ക് അറിയാമല്ലോ, പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി പഞ്ചായത്തിലും സമീപ പ്രദേശത്തുമായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ഇലവന്തിട്ട. ചരിത്ര പ്രാധാന്യം
നന്നായിട്ട് അറിയാം. 1932 ഡിസംബർ 28, 1932 ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം കൊടുത്തു. ഇവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ഈ തീർത്ഥാടനത്തിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു മൂലൂർ. ഗുരുവുമായുള്ള സമ്പർക്കം കൊണ്ടാണ് ഈ മൂലൂരിനെ ഒരു സമ്പൂർണ്ണ മനുഷ്യനാക്കി തീർത്തതെന്ന് പറയാം. ഗുരുവുമായുള്ള സമ്പർക്കം. നമ്മുടെ സാഹിത്യ മണ്ഡലത്തിൽ ഇദ്ദേഹം നൽകിയ സംഭാവനകൾ ഇന്നും വളരെ ശോഭയോടെ തന്നെയാണ് പരിലസിക്കുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ അക്കാദമിക് തലത്തിൽ നോക്കിയാലും അല്ലാതെയും നമ്മൾ ആരും അധികം മൂലൂരിനെ പഠിച്ചു കാണുന്നില്ല. അദ്ദേഹം വിവാഹശേഷം താമസം ഇലവന്തിട്ടയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അവിടെ കവിത എഴുത്ത്, കുട്ടികളെ പഠിപ്പിക്കൽ, ഇതൊക്കെയായിരുന്നു ജീവിത വൃത്തിക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. കൂടാതെ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഒരു കഥകളി സംഘവും രൂപീകരിച്ചു. അവിടെ കുട്ടികൾക്ക് പരിശീലനവും കൊടുത്തു. ആ സ്ഥലം, അതിന്റെ പേരാണ് കളരി വീട്. ഈ കളരി വീട്ടിൽ മൂലൂർ മറ്റൊരു വീട് പണി കഴിപ്പിച്ചു. അതിന്റെ പേരാണ് കേരളവർമ്മ സൗധം. കേരളവർമ്മ തമ്പുരാന്റെ സ്മരണാർത്ഥമാണ് കേരളവർമ്മ സൗധം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഇന്നത് നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ്. ഈ സരസകവി എന്ന സ്ഥാനപ്പേര് മൂലൂരിന് കൊടുത്തത് കേരളവർമ്മ തമ്പുരാനാണ്. കേരളവർമ്മ തമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടം, കഴിഞ്ഞ പ്രചോദനത്തിലും കേരളവർമ്മയെ മഹാരാജാവിനെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം മലയാള കവിതയുടെ സുവർണ കാലഘട്ടമായിരുന്നു. ഇത്രയധികം കവികൾ ഒരേ സമയം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം കേരള സാഹിത്യ ചരിത്രത്തിൽ വേറെ ഇല്ല. അതുകൊണ്ടാണ് അതൊരു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കവിനിരയുടെ മുൻനിരയിലെത്താൻ, ആ നിരകളിൽ മുൻനിരയിലെത്താൻ തന്നെ നമ്മുടെ മൂലൂരിന് കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ അസുലഭമായ പ്രതിഭാശക്തി കൊണ്ടാണ് അവിടെ എത്തിയത്. സാഹിത്യ പ്രതിബദ്ധതയും കാര്യക്ഷമമായ ജീവിത ദർശനവും വെച്ച് പുലർത്തിയ ഒരു ധിഷണാശാലിയായിരുന്നു മൂലൂർ. വെറും സങ്കല്പം കൊണ്ട് ജീവിക്കുന്ന കവികളെ അദ്ദേഹം തിരുത്തി. ജാതി വ്യവസ്ഥയെയും അതിന്റെ സങ്കുചിതത്വത്തെയും ജാത്യാചാരങ്ങളുടെ നികൃഷ്ടതയെയും ഒക്കെ അദ്ദേഹം വല്ലാതെ കാര്യമായി തന്നെ വിമർശിച്ചിരുന്നു. സരസകവി എന്ന വിശേഷണം ഒരു വശത്ത്, മറുവശത്ത് സഗൗരവം കാര്യങ്ങളെ നോക്കിക്കാണുന്ന മൂലൂരായിരുന്നു. സാഹിത്യത്തിലും അന്ന് ജാതി ചിന്ത പ്രബലമായിരുന്നു. ആ കാലഘട്ടം അങ്ങനെ ജാതി സാഹിത്യത്തിൽ എന്ന് പറയുമ്പോൾ വരേണ്യവർഗക്കാരുടെ കൈവശമായിരുന്നു സാഹിത്യം. നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ പള്ളിക്കൂട പ്രവേശനവും സവർണർക്കല്ലാതെ നിഷേധിക്കപ്പെട്ടിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ പേരിനോടൊപ്പം പണിക്കർ എന്ന് ചേർത്തു. അത് വളരെ വിവാദമായി. പണിക്കർ വേണ്ട, പണിക്കൻ മതി എന്നാണ് അവരുടെ വാദം. ഇൻ മതി, ഇർ വേണ്ട. പൂജക ബഹുവചനം ഉപയോഗിക്കാൻ മാത്രം ഒരു ഈഴവ കവി ഇവിടെ വളർന്നിട്ടില്ല എന്നായിരുന്നു അവരുടെ വാദം. അങ്ങനെ പറഞ്ഞവരോട് ഒറ്റയ്ക്ക് പൊരുതി മൂലൂർ ആ സ്ഥാനം സ്ഥാപിച്ചെടുത്തു. അത്ര ഇച്ഛാശക്തി ഉണ്ടായിരുന്നു മൂലൂരിന്. അതിനുവേണ്ടി ഒരു സാഹിതി കലഹം തന്നെ നടത്തി. അങ്ങനെയാണ് മൂലൂർ വിജയിച്ചത്. ഒരിക്കൽ സ്വാമി അത് ചോദിക്കുകയും ചെയ്തു, കുമാരവിന് പോലും ഇല്ലാത്ത ഈ ധൈര്യം എവിടെ നിന്നും കിട്ടി എന്ന്. അപ്പോൾ പറഞ്ഞ മറുപടിയും സ്വാമി മുമ്പേ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിൽ സ്വാമി തൃപ്തനുമായിരുന്നു. ഗുരുവിന്റെ സമുദായോദ്ധാരണ പ്രവൃത്തികളിൽ അദ്ദേഹം വളരെ പ്രതിബദ്ധതയോടെയാണ് പ്രവർത്തിച്ചിരുന്നത്.
കാവ്യ സമരങ്ങളിലൂടെ ആത്മാഭിമാനവും നിർഭയത്വവും കവിത്വസിദ്ധിയും ധൈര്യവും ഒക്കെ മൂലൂർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ ജാതി മതഭേദമന്യേ എല്ലാവരുടെയും സഹകരണങ്ങൾ നിർലോഭം നേടുക എന്നതിലായിരുന്നു. ഇപ്പൊ ഒരു സവർണനാണ് മുന്നോട്ട് വന്നാൽ അദ്ദേഹത്തെയും സ്വീകരിക്കും, എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. അതായത് ഇതര സമുദായക്കാരെ പോലും കൂടെ നിർത്താനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ മൂലൂരിന്റെ ആ കഴിവ് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. കാര്യങ്ങളിലെല്ലാം അദ്ദേഹം വളരെ സഹിഷ്ണുത പ്രകടിപ്പിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള മൂലൂരാണ് നമ്മുടെ ഇടയിൽ നിന്നും കടന്നുപോയി എങ്കിലും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനോ അറിയാനോ ഒന്നും കാര്യമായിട്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല. കാലത്തിന്റെയും പരിഷ്കാരത്തിന്റെയും അവഗണനയിൽ ആണ്ടുപോയ ഒരു കുഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. എന്നിട്ടും അദ്ദേഹത്തിന് എന്റെ ശിഷ്ടജീവിതം ക്ലേശരഹിതമായിരുന്നു. അതിന് കാരണം പേരും പെരുമയും ഉള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കുഗ്രാമമായിരുന്നു, അപരിഷ്കൃതമായിരുന്നു, കാലത്തിന്റെ എല്ലാ പോരായ്മകളും ഉണ്ടായിരുന്നു. എങ്കിലും ജനിച്ച കുടുംബത്തിന്റെ മഹിമ കൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത ക്ലേശരഹിതമായ ഒരു ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തീരെ ചെറുപ്പം മുതലേ തന്റെ ചുറ്റുപാടും നന്നായി നോക്കിക്കണ്ട് സമൂഹത്തിന് എന്തെല്ലാം സേവനം ചെയ്യാൻ പറ്റും അതെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പദവി കിട്ടി, ഗ്രാമനായകൻ എന്ന ഒരു പദവി കൂടി കിട്ടി. അദ്ദേഹം കവിത എഴുതിയിരുന്നത് പോലും നാടിന്റെ വികസനത്തിനായിട്ട് പരമാവധി പ്രയോജനപ്പെടുത്തി. അതിനുവേണ്ടിയായിരുന്നു കവിതയെ ലക്ഷ്യം വെച്ചത്. സാഹിത്യവും സാമുദായിക ഉന്നമനവും വളരെ കൗശലത്തോടെ ബുദ്ധിപൂർവം കൊണ്ടുപോയി. അതുപോലെ തന്നെ അനുയായികളെ എല്ലാം ഒപ്പം നിർത്താൻ, ഞാൻ നേരത്തെ പറഞ്ഞ അതുവരെ നല്ല ചടുലത ഉണ്ടായിരുന്നു. ഒപ്പം നിർത്താൻ നല്ല കഴിവായിരുന്നു. കൂടെ നിർത്താനുള്ള ആ കഴിവ് എടുത്തു പറയേണ്ട ഒരു കഴിവ് തന്നെയാണ്. മുണ്ടശ്ശേരി മാഷ് മൂലൂരിനെ വിശേഷിപ്പിച്ചത് നവയുഗ ഭീഷ്മർ എന്നാണ്. നവയുഗ ഭീഷ്മർ എന്നാണ് മുണ്ടശ്ശേരി മാഷ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. മൂലൂരിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇദ്ദേഹത്തിന്റെ ധീര പ്രവർത്തനങ്ങളാണ് മലയാള സാഹിത്യത്തിൽ ഒരു നവോത്ഥാനം ഉണ്ടായി ആശാന്റെ നേതൃത്വത്തിൽ, അല്ലെ? ആ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കാൻ പ്രേരകമായ ശക്തി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ധീര പ്രവർത്തനങ്ങളാണ്. കേരള കൗമുദി, മനോരമ, സുജന നന്ദിനി തുടങ്ങിയ പത്രങ്ങളില് ഇദ്ദേഹം ചില പങ്ക്തികളൊക്കെ കൈകാര്യം ചെയ്തിരുന്നു. ഇതെല്ലാം ജനിച്ച നാടിനും നാട്ടുകാർക്കും വേണ്ടി തന്നെയായിരുന്നു. അവരോടുള്ള സ്നേഹം, മൂലൂരിന് അപാര സ്നേഹമായിരുന്നു നാടിനോടും നാട്ടുകാരോടും. 1893 കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് കേരള വ്യാസൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കേരള വ്യാസൻ, നിമിഷ കവിയായിരുന്നു. ഇദ്ദേഹം കവി ഭാരതം രചിച്ചു. കവി ഭാരതം. ഈ കവി ഭാരതത്തിൽ കഥാപാത്രങ്ങളെല്ലാം കവികളാണ്, നമ്മൾ മനസ്സിലാക്കണം. ഈ കവി ഭാരതത്തിലുണ്ടല്ലോ ഒരൊറ്റ അവർണ കവികളെ പോലും അദ്ദേഹം ഉൾപ്പെടുത്തിയില്ല. എല്ലാം സവർണര് മാത്രം. ഇത് കണ്ടിട്ട് നമ്മുടെ മൂലൂരിനൊട്ടും സഹിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അടുത്ത വർഷം തന്നെ വളരെ ആവേശത്തോടു കൂടി അവർണ കവികളെ ഉൾപ്പെടുത്തി കവി രാമായണം രചിച്ചു. കവി രാമായണം എന്ന പേരിൽ രചന നടത്തി. അതിലുണ്ടായിരുന്നതെല്ലാം അവർണ കവികളായിരുന്നു. അത് ഇങ്ങനെ രചിച്ചത് എന്തിനാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനോടുള്ള ഒരു പ്രതികാരം വീട്ടലായിരുന്നു അവിടെ നടത്തിയത്. അവർണ കവികളെ മാത്രമാണല്ലോ അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നത്.
അതിന് സവർണ കവികളെ, ഇവിടെ അതിന് അവർണ കവികളെ ഉൾപ്പെടുത്തി കവിരാമായണം രചിച്ച് പകരം വീട്ടി. അതിനുശേഷം നടന്നതോ ഒരു കവി രാമായണ യുദ്ധം തന്നെ നടന്നു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും തമ്പുരാന്റെ കക്ഷികളായ നിരവധി കവികളും ഒരു വശത്ത്, മൂലൂർ ഒറ്റയ്ക്ക് മറുവശത്ത്. അങ്ങനെ അവിടെ ഒരു സാഹിത്യ യുദ്ധം തന്നെ നടന്നു. ഇതോടെ സാഹിത്യ തമ്പുരാക്കന്മാരുടെയും ബ്രാഹ്മണരുടെയും കുത്തകയല്ല സാഹിത്യം എന്നും അധസ്ഥിതർക്കും അതിൽ ഏർപ്പെടാൻ അവകാശമുണ്ടെന്നും സ്ഥാപിച്ചെടുക്കാൻ മൂലൂരിന് കഴിഞ്ഞു. ഇതൊരു വലിയ നേട്ടമായിരുന്നു. അപ്പം സാഹിത്യം കുത്തകയായി വെച്ചിരുന്ന വരേണ്യവർഗക്കാരുടെ കയ്യിൽ നിന്നും താഴേക്ക് വരികയാണ്. ജാതി ശ്രേണി ഉണ്ടല്ലോ, അതില് താഴത്തെ ശ്രേണിക്ക് കൂടി അവകാശം കിട്ടുകയാണ്. അതിന് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത പോരാളിയായിരുന്നു മൂലൂർ. മലയാളത്തിലെ പ്രശസ്ത കവികളെ രാമായണ കഥാപാത്രങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് മൂലൂർ കവിരാമായണം രചിച്ചത്. കുഞ്ഞികൃഷ്ണമേനോൻ പറഞ്ഞിട്ടുണ്ട്, കവിക്കൂട്ടത്തിൽ ഒന്നാമനാ മൂലൂരിലെഴും പണിക്കർ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹിത്യ യുദ്ധം നടന്നില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആശാന് നാം ഇന്ന് ഒരു മനസ്സോടെ നൽകുന്ന സാഹിതി സാർവഭൗമസ്ഥാനം ഒരിക്കലും ആശാന് ലഭിക്കുമായിരുന്നില്ല. അപ്പൊ ഇതിന്റെയൊക്കെ കാരണക്കാരൻ ഈ ഒറ്റയാൻ തന്നെയാണ്. മൂലൂരിനെ കണ്ടിരുന്നത് ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ്. അതുപോലെ പല സമരങ്ങൾക്കും മൂലൂർ നേതൃത്വം നൽകിയിരുന്നു. ആ സമരങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്തു. മൂലൂരിനൊരു സ്വഭാവമുണ്ട്, വാദപ്രതിവാദത്തിൽ ഭയങ്കര താല്പര്യമായിരുന്നു, ബഹുകേമനായിരുന്നു. അത് വളരെ ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു വാദപ്രതിവാദം. അതുപോലെ തന്നെ കത്തെഴുത്ത്, പദ്യരൂപത്തിലുള്ള കത്തെഴുത്ത് എഴുതുന്നതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. മറ്റൊന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷത്തിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന്. നമുക്കറിയാം, ചിലർ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അപ്പോൾ മറുപടി പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ വിഷമിക്കും, അയ്യോ മറുപടി പറയാൻ പറ്റിയില്ലല്ലോ എന്ന്, അല്ലെ? ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന് മറുപടി കൊടുത്തേ അടങ്ങും. അതൊരു നിഷ്ഠ പോലെ ആയിരുന്നു. ഇതിനൊരു ഉദാഹരണം കൂടെ പറയുന്നത്, മലയാളി പത്രത്തിൽ ഭദ്രകാളി എന്ന പേര് വെച്ച് ഒരു വിമർശനം വന്നു. അതിന് മൂലൂർ എന്ത് ചെയ്യുന്നറിയാമോ? ജാമ്പവാൻ എന്ന പേരിൽ ഒരു മറുപടി എഴുതി. ഭദ്രകാളിക്ക് മറുപടി കത്ത് എഴുതിയത് ജാമ്പവാൻ. അദ്ദേഹത്തിന്റെ ഒരു ഗദ്യകൃതിയുണ്ട്, മായാത്ത ഓർമ്മകൾ. അത് കിട്ടുമെങ്കിൽ മേടിച്ച് വായിക്കണം. നല്ല ഒരു കൃതിയാണ്. ഈ കൃതി എഴുതി തീർക്കാൻ മൂലൂരിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോഴേക്കും ജീവിതത്തിന്റെ അന്ത്യം കുറിച്ചു. ഈ മായാത്ത ഓർമ്മകൾ ആരെ കുറിച്ചാണെന്നറിയാമോ? ഗുരുദേവൻ, കുമാരനാശാൻ, പന്തളം കേരളവർമ്മ തമ്പുരാൻ, ടി കെ മാധവൻ, പിന്നെ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച്. അതുപോലെ ഈ നേരത്തെ പറഞ്ഞു പദ്യത്തിൽ കത്തുകൾ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. ആ കാവ്യഭാവന കത്തുകളിലൂടെ വല്ലാതെ നന്നായി പ്രസരിക്കുന്നുണ്ടായിരുന്നു കാവ്യഭാവന കത്തുകളിലൂടെ തന്നെ. കൂടാതെ ശ്രീമൂലം പ്രജാസഭയിൽ 14 വർഷം അദ്ദേഹത്തെ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഗുരുവിനെ അഭിനവ ബുദ്ധനായിട്ട് കണ്ടാണ് ആരാധിച്ചു പോകുന്നത്. അഭിനവ ബുദ്ധനായിട്ട് കണ്ടാണ് ഗുരുവിനെ ആരാധിച്ചു പോകുന്നത്. ഏതാണ്ട് 21ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. 40ഓളം കൃതികൾ ഉണ്ടായിരുന്നു, രചിച്ചിട്ടുണ്ട്. അതുപോലെ ഗുരുവിന്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് ധാരാളം
കവിതകൾ രചിച്ചിട്ടുണ്ട്. മൂലൂരിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുരുദേവന്റെ നല്ല പ്രോത്സാഹനം എപ്പോഴും ലഭിച്ചിരുന്നു. സ്തുതിഗീതങ്ങളായല്ല, മറിച്ച് സമുദായത്തിനെ ബോധവൽക്കരിക്കണം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും വിവേകികളെന്ന് ആശാൻ പാടിയത് ഒരുപക്ഷെ മൂലൂരിനെ ഉദ്ദേശിച്ചും ആകാം. അദ്ദേഹം നല്ല പ്രാസംഗികനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം ഗുരുദേവൻ കേട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. കഥകളി ആചാര്യനായിരുന്നു. കളരി ആശാൻ. അതുപോലെ ആയുർവേദത്തിലും സംസ്കൃതത്തിലും ഒക്കെ പാണ്ഡിത്യം ലഭിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള മൂലൂരിന് എല്ലാ കാര്യത്തിലും നല്ല അറിവുണ്ടായിരുന്നു. സമുദായത്തില് ധാരാളം ജാതി വഴക്കുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മൂലൂരിന് ഒരു വിലാപമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പണിക്കർ ചാന്നാരോട് പറ്റുകയില്ല, പണിക്കരോടൊക്കുകയില്ല കണ്ടാൽ, കണക്ക് വിട്ട് ഇത്തരം ആഭിജാത്യ പിണക്കം ഈ ഈഴ വരെ കുഴക്കി എന്ന്. ഒരു സവർണനും വഴിമാറിപ്പോകാൻ മൂലൂരിനോട് പറഞ്ഞിട്ടില്ല. സമൂഹത്തിൽ നടമാടിയിരുന്ന തിന്മകൾ കണ്ട് പ്രക്ഷുബ്ധമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സെന്നും. എന്നാലും കുലീനത്വവും ശ്രേഷ്ഠതയും ഒന്നും ആ മുഖത്തുനിന്ന് ഒരിക്കലും വിട്ടൊഴിഞ്ഞിരുന്നില്ല. ഇനി നമുക്ക് ആ കൃതിയിലേക്കൊന്ന് പോയാലോ? അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ. 1106 6 മീനമാസം 8-ാം തീയതി ഇഹലോകവാസം വെടിഞ്ഞ് ഇദ്ദേഹം പോകുന്നതിന് കാരണം ഉണ്ടായി. മസൂരി ബാധിച്ചു. ആ മസൂരി ബാധയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാകുന്നത്. ഇനി നമുക്ക് ഗുരുവിന്റെ മഹത്വം വർണ്ണിച്ച് രചിച്ച പ്രശസ്തമായ കീർത്തനം, അതായത് ശ്രീനാരായണ മംഗളം, നമുക്കിന്നിവിടെ പരിചയപ്പെടേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട പദ്യം അതാണല്ലോ. അതിനെ ഒന്ന് പരിചയപ്പെടാം. ജാതിമത ഭേദമന്യേ സ്നേഹത്തെയും അതുപോലെ അദ്വൈത ദർശനത്തെയും ഒക്കെ ഉയർത്തി കാണിക്കുന്ന ഒരു കൃതിയാണ് ശ്രീനാരായണ മംഗളം. അതിലെ ആദ്യത്തെ ശ്ലോകം: അവിരളം അധർമ്മം വളരുമളവ് ഈ അവനിയിൽ ഉദിക്കും പല വടിവിലേവം ഭുവനപതി മുന്നം വിജയമൊടുമന്തം ചെവിയിൽ അരുൾ ചെയ്തു പരമഗുരുനാഥ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിൽ ഭുവനമതി മുന്നം വിജയനോട് മന്ദം, ഈ വിജയൻ ആരാണ്, ഭുവനപതി ആരാണ്, അതാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. നമ്മുടെ ഭൂമിയിൽ എന്താ സംഭവിക്കുന്നത്? അവനി ഭൂമി, ഭൂമിയിൽ തുടർച്ചയായി വളർന്നു വരുന്നത് അധർമ്മമാണ് എന്ന് ഭുവനപതി ശ്രീകൃഷ്ണൻ വിജയന്റെ ചെവികളിൽ മന്ത്രിക്കുകയാണ്. വിജയൻ ആരാണ്? അർജുനൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഭഗവത്ഗീതയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണുവാണല്ലോ ശ്രീകൃഷ്ണ അവതാരം എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു അവതാരമാണ് അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവന്റേതും. രണ്ടും ഉദ്ദേശം ഒന്ന് തന്നെയില്ലേ? അധർമ്മം ഇല്ലാതാക്കൽ. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ കാണുന്നത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. അവിരളം അധർമ്മം വളരുവളവീ അവനിയിൽ ഉദിക്കും പല വടിവിൽ ഏവം ഭുവനപതി മുന്നം വിജയനോട് മന്ദം ചെവിയിൽ അരുൾ ചെയ്തു പരമഗുരുനാഥ. ഈ ശ്ലോകത്തില് എല്ലായിടത്തും പരമഗുരുനാഥ എന്ന് അദ്ദേഹം വിളിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഭഗവത്ഗീതയാണ്, നമുക്ക് മനസ്സിലാക്കാം. ആ അവതാര ലക്ഷ്യങ്ങളാണ് ഇവിടെ പറഞ്ഞു പോരുന്നത്. ഇനി രണ്ടാമത്തെ മനസ്സിലായി കാണുമല്ലോ അല്ലെ? മനസ്സിലായോ? എന്തെങ്കിലും ഇനി പറയണോ?
സംശയമുണ്ടോ? ടീച്ചറെ എന്തോ? മനസ്സിലാകുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്ലോകം ഇങ്ങനെ പോകുന്നു. ഇതി പരമഗീതാ വചനഗതി വർണ്ണം പ്രതി സഫലമാക്കുന്നത് ജഗദീശൻ അതികരുണയോടും ജനന ദശയാലിക്ഷിതി സഗുണയാക്കി പരമഗുരുനാഥ. എന്നൂടെ വായിക്കാം. ഇതി പരമഗീതാ വചനഗതി വർണ്ണം പ്രതി സഫലമാക്കുന്നത് ജഗദീശൻ അതികരുണയോടും ജനനദശയാലിക്ഷിതി സഗുണയാക്കി പരമഗുരുനാഥ. ഇപ്പൊ ഗീതാ മാഹാത്മ്യത്തിൽ പറയുന്ന പ്രകാരം നമ്മൾ ഗീതാപാരായണം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഗീതാവചനങ്ങൾ പകർത്തുന്നതിലൂടെ അത് അക്ഷരം പ്രതി പാലിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം സഫലമാവുകയാണ്. അപ്പൊ ഈ ഭൂമി പോലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഗീതാ മാഹാത്മ്യത്തിൽ പറയുന്ന പ്രകാരം ജീവിച്ചാൽ നമ്മൾക്ക് കരുണയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നു. നമ്മുടെ ക്ഷിതി ഭൂമി സഗുണയാക്കി നല്ലവളാക്കി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഒരു ആത്മസാക്ഷാത്കാരം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുവഴി നമ്മൾ അവസാനം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമുണ്ട്, മോക്ഷപ്രാപ്തി, അല്ലെ? അപ്പൊ ഈ വചനങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ശാന്തിയുണ്ട്, അല്ലെ? അതുപോലെ വിഷ്ണുപദം പ്രാപിക്കാം, പാപനാശം ഉണ്ടാകാം, ഈ സംസാര ബന്ധത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാം, അവസാനം നിർവ്വാണമല്ലെങ്കിൽ നമുക്ക് മോക്ഷം പ്രാപിക്കാം. അതിന് ഈ ഗീതാവചനം നമ്മൾ അക്ഷരം പ്രതി പാലിക്കുക. അപ്പോൾ ഇതെല്ലാം സഫലമാകും. അടുത്തത്, ഗണനില കൊണ്ടും ഗരിമ കൊണ്ടും പണമഹിമ കൊണ്ടും വലിയ സമുദായം തണലൊഴികയാലെ പണിയൊടുഴലുമ്പോൾ തുണ കരുതിനാൻ താൻ പരമഗുരുനാഥ. എന്നോട് വായിക്കുന്നത് വായിക്കാം. ഗണനില കൊണ്ടും ഗുണഗരിമ കൊണ്ടും പണമഹിമ കൊണ്ടും വലിയ സമുദായം തണലൊഴികയാലെ പണിയൊടുഴലുമ്പോൾ തുണ കരുതിനാൻ താൻ പരമഗുരുനാഥ. ഗണനില കൊണ്ടും നമ്മുടെ സമുദായം മഹിമ കൊണ്ടും അതുപോലെ എണ്ണത്തിലും, നമ്മൾ ആളുകളുടെ എണ്ണത്തിലൊന്നും നമ്മളെ സംഘടന അല്ലെങ്കിൽ സമുദായം ഒട്ടും കുറഞ്ഞവരല്ല. നമ്മൾ മഹിമയുള്ളവരാണ്, ഗുണമുള്ളവരാണ്. അതുപോലെ തന്നെ പണമഹിമയും നമുക്കുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഗുണവും അതുപോലെ എണ്ണത്തിന്റെ കാര്യത്തിലും പണത്തിന്റെ കാര്യത്തിലും ഒരു വലിയ സമുദായമാണ് നമ്മുടേത്. അതിൽ സംശയമൊന്നുമില്ല, അല്ലെ? ഇതൊക്കെ നമ്മുടെ സമുദായത്തിന് ഉണ്ട്. പക്ഷേ തണലേകാൻ നമുക്ക് ആരുമില്ല, നമുക്ക് ആശ്രയമാകാൻ ആരും തന്നെ ഇല്ല. അങ്ങനെ നമ്മൾ പണിയെടുത്ത് അങ്ങ് വലയുകയാണ്. അപ്പോഴാണ് നമുക്ക് തുണയേകാൻ ആരെത്തി? നമ്മുടെ ഗുരു, പരമഗുരു അവതാരം കൊണ്ടത് നമ്മെ രക്ഷിക്കാനായിട്ട്, അല്ലേ? അടുത്തതിലേക്ക് പോകട്ടോ? അടുത്തതിലേക്ക് പോകാമോ? അടുത്ത പദ്യത്തിലേക്ക്. പ്രണവ പരമാർത്ഥം പരമവഗ്രഹിച്ചും ആത്മാക്കളിൽ അഭിവഹിച്ചും തൃണമിതി നിനപ്പു സകലമിഹ നാരായണ പരമഹംസൻ പരമഗുരുനാഥ. അവിടെ പ്രണവ പരമാർത്ഥം, ഓങ്കാരത്തിന്റെ പൊരുൾ ഗ്രഹിച്ചപ്പോൾ എല്ലാ ആത്മാക്കളും ഒന്നാണെന്നും ഒരു തിരിച്ചറിവുണ്ടായി. അപ്പോൾ എല്ലാ ആത്മാക്കളും ഒന്നാണെങ്കിൽ അവിടെ എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. പ്രണവമന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓം, അല്ലേ? ആ ഊ മ ഇതാണ് ഓം. ആ എന്ന് എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയട്ടെ. സൃഷ്ടിയുടെ പ്രാരംഭത്തെ, അതായത് ബ്രഹ്മാവ്, നമ്മളൊരു ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്.
സ്വപ്നാവസ്ഥയാണ്, അതായത് സ്ഥിതി. വിഷ്ണുവാണ്, വിഷ്ണുവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ലയത്തെ, ശിവൻ ഗാഠനിദ്രയാണ്. ഇവയെല്ലാം ചേരുമ്പോൾ പ്രപഞ്ചത്തിന്റെ ആദിയും അന്തവുമായ പരബ്രഹ്മത്തെ സൂചിപ്പിക്കുകയാണ്. ഈ പരബ്രഹ്മം എന്ന പരമാർത്ഥത്തെ വേർതിരിച്ചറിഞ്ഞ മുഴുവൻ ആത്മാക്കളിലും സ്നേഹത്തെ ചേർത്തും, അതുപോലെ എല്ലാറ്റിനെയും പുല്ലുപോലെ കണ്ട് എന്ന് പറഞ്ഞാൽ തൃണവീതി നിരപ്പൂവൻ, ഈ ഭൗതികമായതിനെ എല്ലാം നിസ്സാരമായി കണ്ടുകൊണ്ട് നമ്മുടെ നാരായണ പരമഹംസനായ പരമഗുരു ഈ ഭൗതികമായ സംഭവങ്ങളെല്ലാം നിസ്സാരമായി കാണുന്നു. പരമഹംസൻ എന്ന് പറയുമ്പോൾ സന്യാസിമാരിൽ അത്യുത്തമനെയാണല്ലോ പരമഹംസൻ എന്ന് പറയുന്നത്, അല്ലെ? ശരീരാഭിമാനം വിട്ട്, പിന്നെ ജീവാഭിമാനവും ഒക്കെ വിട്ട് ആത്മാഭിമാനത്തിൽ എത്തിച്ചേരുന്നവരെയാണ് പരമഹംസന്മാർ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണ്. പറയവനെന്നും കുറവനിവനെന്നും മറയവരിലീഠ്യൻ പുരുഷനവനെന്നും മുറകൾ ഇവയൊന്നും ഗുരു ഹൃദയരംഗേ അറകൾ ഉളവാക്ക പരമഗുരുനാഥ എന്ന് പറഞ്ഞാൽ ജാതി എടുത്ത് പറയാണ്. അവൻ പറയനെന്നും ഇവൻ കുറവനെന്നും മറയവരിൽ താണവനാണവനെന്നും വേറൊരാള് ഉള്ള രീതിയിൽ ഗുരു മനസ്സിൽ നിന്നും ആരെയും മാറ്റി നിർത്തുന്നില്ല. അങ്ങനെ ഒരു കളങ്കം ഉണ്ടാക്കാതെ ഗുരുവിന്റെ ഹൃദയത്തിൽ അത്തരം കളങ്ക ചിന്തകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു വ്യത്യാസവും ജാതിയുടെ പേരിൽ ഗുരുവിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ പേരെയും സമഭാവനയോടെ, തുല്യതയോടെ ഗുരു കണ്ടിരുന്നു. ഇവിടെ സംശയമല്ലോ ഉണ്ടോ? അടുത്ത ഇതിലേക്ക് പോകട്ടോ? പോകാം ടീച്ചർ. ഉടൽ കുരിശിൽ മുന്നം ബലി കരുതിയോനും പടയിൽ ഒരു കയ്യിൽ കശ തിരുകിയോനും പടിമയോട് അഭേദസ്ഥിതരിതി ഗണിപ്പു നെടിയ കരളാൽ താൻ പരമഗുരുനാഥ എന്ന് പറഞ്ഞാൽ, ഉടൽ കുരിശിൽ മുന്നം ബലി കരുതിയോനും, നമുക്കറിയാം യേശുവിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പടയിൽ ഒരു കൈയിൽ കശ തിരികിയോനും ഭഗവാൻ കൃഷ്ണൻ, ആ തേര് തെളിച്ച ആ ഇത് ഓർക്കുക. യേശുവിനെയും കൃഷ്ണനെയും ഒരു വ്യത്യാസവുമില്ലാതെ, ജാതിയുടെയോ മറ്റെന്തിന്റെയോ പേരിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ ഒന്നുപോലെ കാണാൻ വിശാല ഹൃദയമുള്ളവനാണ് നമ്മുടെ പരമഗുരു. നെടിയ കരളാൽ കാണുകയാണ്, വിശാലമായ ഹൃദയത്തോടെ കാണുകയാണ്. മതത്തിന്റെ പേരിൽ ഗുരു ആരെയും അവഗണിക്കുന്നില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ആദർശം ഗുരു മുറുകെ പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതാണ് ഈ പദ്യം പറയുന്നത്. അടുത്തതിലേക്ക് പോവുകയാണ്. നബി സുഗതൻ എന്നീ സുഹൃത നിധിമാർക്കും സ്വബഹുമതി നൽകാൻ ഗുരു വിമുഖനല്ല. ഇവനൊരു സഗോത്രൻ പരൻ അഹിതൻ എന്നീ വിവൃതി അറിയാതാൻ പരമഗുരുനാഥ. പറയുന്ന നബി, മുത്തുനബി അറിയാലോ. സുഗതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സുഗതൻ, നല്ല വഴി നടക്കുന്നവൻ. അത് ബുദ്ധനാണ്, ബുദ്ധനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നബി, ബുദ്ധൻ, ഈ സുഹൃതികൾക്കും ഈ പുണ്യാത്മാക്കൾക്കും, അല്ലെങ്കിൽ മുത്തുനബിയും ബുദ്ധനും പുണ്യങ്ങളുടെ കലവറയായിരുന്നു. അപ്പൊ ഞാൻ സുഗതൻ എന്ന് പറഞ്ഞ അവിടെ ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞുതരാം. സുഗതവാക്യം എന്നൊന്നുണ്ട്, പഴമൊഴി എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ അഭിനവ ബുദ്ധൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അങ്ങനെ പറയുന്നത്? ബുദ്ധനും ഗുരുവും ഒരേ ദർശനത്തിന്റെ പ്രതിരൂപങ്ങളായിരുന്നു, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം മുത്തുനബിയും ബുദ്ധനും പുണ്യങ്ങളുടെ കലവറയായിരുന്നു. ഇവരെ ബഹുമാനിക്കാൻ
അവരെ ഒന്നുപോലെ കണ്ട് ബഹുമാനിക്കാൻ ഗുരുവിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല, വിമുഖതയും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരുവൻ നല്ല ഗോത്രത്തിൽ പിറന്നവനെന്നോ വേറൊരുവൻ മോശം ഗോത്രത്തിൽ പിറന്നവനെന്നോ ഉള്ള വ്യത്യാസമൊന്നും ഗുരുവിന് ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വിശാല ഹൃദയനായിരുന്നു ഗുരുവ്. അതാണ് ഇവിടെ പറയുന്നത്. നബി, സുഗതൻ എന്നീ സുഹൃത നിധിമാർക്കും സ്വബഹുമതി നൽകാൻ ഗുരു വിമുഖനല്ല. ഇവനൊരു സഹോത്രൻ, പരനഹിതൻ എന്നീ വിവൃതി അറിയാതാൻ പരമഗുരുനാഥ. അടുത്തത്, പണപദവിയേന്തും പ്രഭുവിനെയും അങ്ങ പണപതികനാകും ചെറിയ നരനെയും കണവമിതി കാണുന്നിത് സുഹൃതി നാരായണ പരമഹംസൻ പരമഗുരുനാഥ. പണപദവിയേന്തും, പണവും പദവിയുമുള്ള പ്രഭുക്കളെയും, പണപതികനാകും, പണത്തിന് വേണ്ടി അലയുന്ന ആളുകളുണ്ടല്ലോ, പാവപ്പെട്ട ചെറിയ മനുഷ്യർ, ഇവരെ രണ്ടുപേരെയും പരമഗുരു ഒന്നുപോലെ തന്നെയാണ് കാണുന്നത്. അങ്ങനെയുള്ള സുഹൃതിയാണ് നാരായണ പരമഹംസൻ. അടുത്ത ശ്ലോകം, തളിരിലകൾ കുന്തം പഴമിവ ശില്പം കുളിർമയണി തീർത്ഥങ്ങളിലധ കുളിച്ചും വളർ ജട ധരിച്ചും വെറുതെ അലയേണ്ട പൊളി ഇതുകളെല്ലാം പരമഗുരുനാഥ. തളിരിലകളും കുന്തം, മൊട്ടും പഴങ്ങളും ഒക്കെ കഴിച്ച് നല്ല തണുത്ത വെള്ളമുള്ള തീർത്ഥങ്ങളിൽ കുളിച്ച് ജട വളർത്തിയുമൊന്നും അലയേണ്ട യാതൊരു കാര്യവുമില്ല ഒരു സന്യാസിയാകുന്നതിന്. ഇതൊന്നും ഗുരുദേവൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലേ സന്യാസി ആകൂ എന്ന് പറയുന്നത് കളവാണ് എന്ന് ഗുരുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അടുത്തത്, സതതമണയുവാൻ മതി കമല ശുദ്ധിക്കൊരു പൊഴുതു ഭംഗം സതതമണയുവാൻ വഴി കരുതേണം ഇതി സുഹൃതി നാരായണ ഗുരുവരന്റെ വ്രതവഴികൾ എത്ര പരമഗുരുനാഥ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, യാതൊരു കളങ്കവുമില്ലാതെ തെളിഞ്ഞ ബുദ്ധി നമുക്ക് നിത്യവും ലഭിക്കുവാനുള്ള വഴി തരണം, അതിനുള്ള സാഹചര്യം ഒരുക്കണം. ഇതെല്ലാം സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന സുഹൃതിയായ ഗുരുദേവന്റെ വ്രതവഴികൾ തന്നെയാണ്. അടുത്തത്, ചട നിർഗുല്യം നിരവധി കടിച്ചും കുടുകുട നരാസൃക്കനവധി കുടിച്ചും ചുടലകളിൽ വാഴും ജടിലകളെ വന്ദിച്ചിടുക അരുതാരും പരമഗുരുനാഥ. ചട എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ചടപട എന്നൊക്കെ പറയില്ലേ, അതുപോലെ വേഗത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം പ്രാചീന കാലത്ത്, മുൻകാലത്ത് വളരെ ക്രൂരവും ബീഭത്സവുമായ ഒരു സാമൂഹിക ക്രമം അല്ലെങ്കിൽ ഒരു സംവിധാനം ആണ് ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്നത്. അന്ന് ഈശ്വരാരാധനയ്ക്ക് വേണ്ടി മാടൻ, മറുത, ചാത്തൻ, ചാമുണ്ടി ഇവരെയൊക്കെയാണ് അന്നത്തെ കാലത്ത് അവർണർ പൂജ ചെയ്തിരുന്നത്. അല്ലാതെ സവർണ ദൈവങ്ങളെയല്ല. അതിനുള്ള അവകാശമൊന്നും ഇല്ലായിരുന്നു. രോഗം പിടിവിട്ട എന്ത് ചെയ്യും? മന്ത്രവാദം നടത്തും, അല്ലെ? കുടുകൂട ചുടല രക്തമൊക്കെ കുടിച്ച് അവിടെ വാഴുന്ന ഇത്തരം സങ്കീർണമായ ശക്തികളെ ആരും വന്ദിക്കരുതെന്നാണ് ഗുരു പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഗുരു പലയിടത്തും കാളി പ്രതിഷ്ഠയൊക്കെ മാറ്റിയിട്ട് ദുർഗയെ പ്രതിഷ്ഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇന്ന് സമയക്കുറവ് കൊണ്ട് ഒരു ശ്ലോകം കൂടി പറയും നിർത്തുകയാണ്. ബാക്കി ഞാൻ അടുത്തൊരു ക്ലാസ്സിലേക്ക് വരാം. ശുചിതകരലെന്നും തനുവിനും അഭേദം രുചിഭിത വരാതെ കരുതിയിടുക വേണം. വചനകരങ്ങൾക്കൊരു സമത വേണം, സുരചരിതത വേണം പരമഗുരുനാഥ. അതായത് മനസ്സും ശരീരവും കളങ്കമറ്റതായിരിക്കണം. അതിന് യാതൊരു വ്യത്യാസവും വരാൻ പാടില്ല.
അതുപോലെ തന്നെയാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ എപ്പോഴും സമത വേണം, തുല്യത വേണം. വാക്ക് ഒന്നും പ്രവൃത്തി വേറൊന്നും ആയാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ അവരെ? ഒരിക്കലും ഇല്ല. നമ്മൾ പറയാറുമുണ്ട്, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്. അങ്ങനെ വരാൻ പാടില്ല. രണ്ടും തുല്യത വേണം, ഒന്നുപോലെ ആയിരിക്കണം. അതുപോലെ തന്നെ സുരചരിതത വേണമെന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല നടപ്പ് വേണം, എല്ലാ രീതിയിലും നല്ല നടപ്പ്, ചാരിത്രശുദ്ധി തുടങ്ങി എല്ലാം ഉണ്ടായിരിക്കണം. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അപ്പൊ 12 ശ്ലോകമാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞത്. ഇനിയും ഉണ്ട്. അതടുത്തൊരു ക്ലാസ് ഞാൻ എടുക്കാം. സമയം അതിക്രമിച്ചു എന്നാണ് തോന്നുന്നത്. ഈ ക്ലാസ് എനിക്ക് അവസരം തന്ന സ്മൈലിന്റെ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് മീ ടീച്ചറിന്, ഇത് കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്നാണ് എന്റെ വിശ്വാസം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ മൂലൂരിനെ കുറിച്ചും പഠിക്കാം, ബാക്കി ശ്ലോകങ്ങളും പഠിക്കാൻ